ഭൂമിയിൽ നിന്ന് നമുക്ക് ചാടാൻ കഴിയുന്ന ദൂരത്തിന്റെ എത്ര ഇരട്ടി ചന്ദ്രനിൽ നിന്ന് ചാടാൻ കഴിയും? ഉത്തരം 6 ഇരട്ടി. ഭൂമിയിൽ നിന്നും നമുക്ക് ചാടാൻ കഴിയുന്ന ദൂരത്തിന്റെ 6 ഇരട്ടി നമുക്ക് ചന്ദ്രനിൽ നിന്നും ചാടാൻ കഴിയും. ചന്ദ്രന്റെ നേർത്ത അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന പ്രധാന വാതകങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ഹീലിയവും നിയോണും. ചന്ദ്രന്റെ നേർത്ത അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന പ്രധാന വാതകങ്ങളാണ് ഹീലിയവും നിയോണും. ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിൽ സൗരക്കാറ്റ് ഒരു മാലിന്യ കൂമ്പാരം പോലെയാണെന്ന് കണ്ടുപിടിച്ച ഉപഗ്രഹം? ഉത്തരം മെറീനർ 2. ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിൽ സൗരക്കാറ്റ് ഒരു മാലിന്യ കൂമ്പാരം പോലെയാണെന്ന് കണ്ടുപിടിച്ച ഉപഗ്രഹമാണ് മെറീനർ 2. എ മാൻ വിത്ത് ഗോൾഡൻ ആംസ് അല്ലെങ്കിൽ സുവർണ കരങ്ങളുള്ള ആൾ എന്ന് നാസ വിശേഷിപ്പിച്ച ചാന്ദ്രയാത്രികൻ ആരാണ്? ഉത്തരം ജോൺ യങ്. എ മാൻ വിത്ത് ഗോൾഡൻ ആംസ് അല്ലെങ്കിൽ സുവർണ കരങ്ങളുള്ള ആൾ എന്ന് നാസ വിശേഷിപ്പിച്ച ചാന്ദ്രയാത്രികനാണ് ജോൺ യങ്. അണു സംയോജനത്തിന് ഇന്ധനമായി ഉപയോഗിക്കാവുന്ന ചന്ദ്രനിലുള്ള മൂലകം ഏതാണ്? ഉത്തരം ഹീലിയം 3. അണു സംയോജനത്തിന് ഇന്ധനമായി ഉപയോഗിക്കാവുന്ന ചന്ദ്രനിലുള്ള മൂലകമാണ് ഹീലിയം 3. ചാന്ദ്രയാൻ ദൗത്യത്തിൽ ഒരു പെൺകുട്ടിയുടെ കയ്യൊപ്പുണ്ട്. ആ പെൺകുട്ടിയുടെ പേര് എന്താണ്? ഉത്തരം ഖുഷ്ബു മിർസ. ചാന്ദ്രയാൻ ദൗത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഖുഷ്ബു മിർസ. ചാന്ദ്രയാൻ മിഷൻ ചെക്ക്ഔട്ട് ഡിവിഷന്റെ എഞ്ചിനീയർ ആയിരുന്നു ഖുഷ്ബു മിർസ. ചാന്ദ്രയാൻ 1ന്റെ മൂൺ ഇമ്പാക്ട് പ്രോബ് ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇടിച്ചിറങ്ങിയത് എന്നായിരുന്നു? ഉത്തരം 2008 നവംബർ 14. ചാന്ദ്രയാൻ 1ന്റെ മൂൺ ഇമ്പാക്ട് പ്രോബ് ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇടിച്ചിറങ്ങിയത് 2008 നവംബർ 14-നായിരുന്നു. ഇന്ത്യൻ ആണവ സാങ്കേതിക വിദ്യയുടെ പിതാവ്? ഉത്തരം ഹോമി ജെ ഭാവ. ഇന്ത്യൻ ആണവ സാങ്കേതിക വിദ്യയുടെ പിതാവാണ് ഹോമി ജെ ഭാവ. ഇന്ത്യൻ ദേശീയ ഉപഗ്രഹ സംവിധാനം എന്നതിന്റെ ചുരുക്കപ്പേര്? ഉത്തരം ഇൻസാറ്റ്. ഇന്ത്യൻ ദേശീയ ഉപഗ്രഹ സംവിധാനം എന്നതിന്റെ ചുരുക്കപ്പേരാണ് ഇൻസാറ്റ്. അന്തരീക്ഷ പഠനങ്ങളും മറ്റും നടത്താൻ ഉപയോഗിച്ചിരുന്ന റോക്കറ്റുകൾ? ഉത്തരം നൈക്കി അപ്പാച്ചി റോക്കറ്റുകൾ. അന്തരീക്ഷ പഠനങ്ങളും മറ്റും നടത്താൻ ഉപയോഗിച്ചിരുന്ന റോക്കറ്റുകളാണ് നൈക്കി അപ്പാച്ചി റോക്കറ്റുകൾ. 2007 സെപ്റ്റംബറിൽ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തിയ ജപ്പാന്റെ ബഹിരാകാശ വാഹനം? ഉത്തരം കഗുയ. 2007 സെപ്റ്റംബറിൽ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തിച്ച ജപ്പാന്റെ ബഹിരാകാശ വാഹനമാണ് കഗുയ. ചന്ദ്രന്റെ ഉത്തര ധ്രുവത്തിലെ ഗർത്തങ്ങളിലുള്ള കറുത്ത പൊട്ടുകളിലെ ജലത്തിന്റെ അളവ് എത്രയാണ്? ഉത്തരം ഏകദേശം 600 ലക്ഷം മെട്രിക് ടൺ ജലം. ചന്ദ്രന്റെ ഉത്തര ധ്രുവത്തിലെ ഗർത്തങ്ങളിലുള്ള കറുത്ത പൊട്ടുകളിലെ ജലത്തിന്റെ അളവ് ഏകദേശം 600 ലക്ഷം മെട്രിക് ടൺ ആണ്. ചാന്ദ്രയാൻ 1 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്ര തവണ കറങ്ങി? എത്ര ചിത്രങ്ങൾ അയച്ചു? ഉത്തരം 3400 തവണ കറങ്ങി 70,000 ചിത്രങ്ങൾ അയച്ചു. ചാന്ദ്രയാൻ 1 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ 3400 തവണ കറങ്ങുകയും 70,000 ചിത്രങ്ങൾ അയക്കുകയും ചെയ്തു. ചാന്ദ്രപീഠകത്തിൽ നിന്നും വേർപെട്ട MIP അല്ലെങ്കിൽ മൂൺ ഇമ്പാക്ട് പ്രോബ് എത്ര കിലോമീറ്റർ വേഗത്തിലാണ് ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് കുതിച്ചത്? ഉത്തരം മിനിറ്റിൽ 1.6 കിലോമീറ്റർ വേഗതയിൽ. ചാന്ദ്രപീഠകത്തിൽ നിന്നും വേർപെട്ട മൂൺ ഇമ്പാക്ട് പ്രോബ് മിനിറ്റിൽ 1.6 കിലോമീറ്റർ വേഗതയിലാണ് ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് സഞ്ചരിച്ചത്. ചാന്ദ്രയാൻ 1ലെ ഇന്ത്യൻ നിർമ്മിത പേലോഡുകൾ ഏതെല്ലാമാണ്? ഉത്തരം ടെറൈൻ മാപ്പിംഗ് സ്റ്റീരിയോ ക്യാമറ, ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗ് ക്യാമറ, ലൂണാർ ലേസർ റേഞ്ചിംഗ് ഇൻസ്ട്രുമെന്റ്, ഹൈ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ, മൂൺ ഇമ്പാക്ട് പ്രോബ്. ചാന്ദ്രയാൻ 1ലെ ഇന്ത്യൻ നിർമ്മിത പേലോഡുകളാണ് ടെറൈൻ മാപ്പിംഗ് സ്റ്റീരിയോ ക്യാമറ, ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗ് ക്യാമറ, ലൂണാർ ലേസർ റേഞ്ചിംഗ് ഇൻസ്ട്രുമെന്റ്, ഹൈ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ, മൂൺ ഇമ്പാക്ട് പ്രോബ് എന്നിവ.
ഭൂമിയിൽ ചന്ദ്രന്റെ ഒരേ ഭാഗം തന്നെ ദൃശ്യമാകുന്നതിനുള്ള കാരണം എന്താണ്? ഉത്തരം ഭൂമിക്കും ചന്ദ്രനും ഒരേ ഭ്രമണകാലം ഉള്ളതിനാൽ. ഭൂമിക്കും ചന്ദ്രനും ഒരേ ഭ്രമണകാലം ഉള്ളതിനാലാണ് ഭൂമിയിൽ ചന്ദ്രന്റെ ഒരേ ഭാഗം തന്നെ ദൃശ്യമാകാൻ കാരണം. ഏത് പ്രദേശത്താണ് ധാരാളം ഛിന്നഗ്രഹങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നത്? ഉത്തരം കിർട്ട്വുഡ് ഗ്യാപ്പ് എന്ന പ്രദേശത്ത്. കിർട്ട്വുഡ് ഗ്യാപ്പ് എന്ന പ്രദേശത്താണ് ധാരാളം ഛിന്നഗ്രഹങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നത്. മൂൺ ഇമ്പാക്ട് പ്രോബ് നിർമ്മിച്ചത് എവിടെയാണ്? ഉത്തരം തുമ്പ VSSCയുടെ ആസ്ഥാനത്ത്. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ആസ്ഥാനത്താണ് മൂൺ ഇമ്പാക്ട് പ്രോബിനെ നിർമ്മിച്ചിട്ടുള്ളത്. ഹൈഡ്രോക്സിൽ ജലകണികകളിൽ എത്ര ആറ്റങ്ങൾ ഉൾക്കൊള്ളുന്നു? ഉത്തരം ഒരു ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും. ഹൈഡ്രോക്സിൽ ജലകണികകളിൽ ഒരു ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും അടങ്ങിയിട്ടുണ്ട്. യൂറോപ്പിലെ പ്രശസ്തനായ ചാന്ദ്രയാൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഡഗ്ലഫ് കോഷ്നി. യൂറോപ്പിലെ പ്രശസ്തനായ ചാന്ദ്രയാൻ ശാസ്ത്രജ്ഞനാണ് ഡഗ്ലഫ് കോഷ്നി. വിമാനങ്ങളിലും ബഹിരാകാശ വാഹനങ്ങളിലും ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പഠനത്തിനുള്ള അത്യാധുനിക കമ്പ്യൂട്ടർ സംവിധാനം ഏതാണ്? ഉത്തരം AMM. വിമാനങ്ങളിലും ബഹിരാകാശ വാഹനങ്ങളിലും ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പഠനത്തിനുള്ള അത്യാധുനിക കമ്പ്യൂട്ടർ സംവിധാനമാണ് AMM. PSLVയുടെ പൂർണ്ണരൂപം. ഉത്തരം പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നാണ് PSLVയുടെ പൂർണ്ണരൂപം. ചാന്ദ്രയാൻ എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം? ഉത്തരം ചന്ദ്രവാഹനം. ചാന്ദ്രയാൻ എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം ചന്ദ്രവാഹനം എന്നാണ്. ഹൈസിയുടെ പൂർണ്ണരൂപം? ഉത്തരം ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജർ. ഹൈസിയുടെ പൂർണ്ണരൂപം എന്നത് ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജർ എന്നാണ്. ചാന്ദ്രയാന്റെ എഞ്ചിന് ഇന്ധനം നൽകുന്ന മോട്ടോറിന്റെ പേര്? ഉത്തരം ലാം. ചാന്ദ്രയാന്റെ എഞ്ചിന് ഇന്ധനം നൽകുന്ന മോട്ടോറിന്റെ പേരാണ് ലാം. ലിക്വിഡ് അപ്പോജി മോട്ടോർ എന്നാണ് ലാമിന്റെ പൂർണ്ണരൂപം. ലാമിന്റെ പൂർണ്ണരൂപം ലിക്വിഡ് അപ്പോജി മോട്ടോർ. 5 ഘട്ടങ്ങളുള്ളതും പൂർണ്ണമായും ഖര ഇന്ധനം ഉപയോഗിക്കുന്നതുമായ വിക്ഷേപണ വാഹനം? ഉത്തരം ഓഗ്മെന്റഡ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. 3 ഘട്ടങ്ങളുള്ളതും ദ്രാവക ക്രയോജനിക് ഘട്ടങ്ങൾ ഉള്ളതുമായ വിക്ഷേപണ വാഹനം? ഉത്തരം ജിയോ സിൻക്രണൈസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ചന്ദ്രനിൽ ഓടിച്ച ചാന്ദ്ര ജീപ്പിന്റെ പേര് എന്താണ്? ഉത്തരം ലൂണാർ റോവർ. ചന്ദ്രനിൽ ഓടിച്ച ചാന്ദ്ര ജീപ്പിന്റെ പേരാണ് ലൂണാർ റോവർ. നാസയുടെ ആസ്ഥാനം? ഉത്തരം അമേരിക്കയിലെ വാഷിംഗ്ടൺ. അമേരിക്കയിലെ വാഷിംഗ്ടൺ ആണ് നാസയുടെ ആസ്ഥാനം. നാസയുടെ വിക്ഷേപണ കേന്ദ്രം? ഉത്തരം കെന്നഡി സ്പേസ് സെന്റർ, ഫ്ലോറിഡ. അമേരിക്കയിലെ ഫ്ലോറിഡയിലുള്ള കെന്നഡി സ്പേസ് സെന്റർ ആണ് നാസയുടെ വിക്ഷേപണ കേന്ദ്രം. അമേരിക്ക ബഹിരാകാശത്തേക്ക് അയച്ച എല്ലാത്തര ബഹിരാകാശ വാഹനങ്ങളിലും 2 പ്രാവശ്യം യാത്ര ചെയ്ത ഏക വ്യക്തി ആരാണ്? ഉത്തരം ജോൺ യങ്. അമേരിക്ക ബഹിരാകാശത്തേക്ക് അയച്ച എല്ലാത്തര ബഹിരാകാശ വാഹനങ്ങളിലും 2 പ്രാവശ്യം യാത്ര ചെയ്ത ഏക വ്യക്തിയാണ് ജോൺ യങ്. അപ്പോളോ 16 മിഷൻ കമാൻഡർ ആയിരുന്നു ജോൺ യങ്. എ മാൻ വിത്ത് ഗോൾഡൻ ആംസ് എന്ന് നാസ വിശേഷിപ്പിച്ച ചന്ദ്രയാത്രികൻ കൂടിയാണ് ജോൺ യങ്. ചന്ദ്രനിലേക്ക് ഭൂമിയിൽ നിന്നുള്ള ശരാശരി ദൂരം എത്രയാണ്? ഉത്തരം 3,84,403 കിലോമീറ്റർ. ചന്ദ്രനിലേക്ക് ഭൂമിയിൽ നിന്നുള്ള ശരാശരി ദൂരമാണ് 3,84,403 കിലോമീറ്റർ. PSLV ഭ്രമണപഥത്തിലെത്തിച്ച റേഡിയോ വാർത്താ വിനിമയത്തിനുതകുന്ന സൂക്ഷ്മ ഉപഗ്രഹം ഏതാണ്? ഉത്തരം ഹംസാത്ത്.
PSLV ഭ്രമണപഥത്തിലെത്തിച്ച റേഡിയോ വാർത്താ വിനിമയത്തിനുതകുന്ന സൂക്ഷ്മ ഉപഗ്രഹമാണ് ഹംസാത്ത്. മനുഷ്യകുലത്തിന് നന്മ വരാൻ ചാന്ദ്രയാത്രയ്ക്ക് കഴിയട്ടെ എന്ന ഇന്ത്യൻ സന്ദേശം ചന്ദ്രനിൽ നിക്ഷേപിച്ച യാത്ര. ഈ സന്ദേശത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാണ്? ഉത്തരം 1969 അപ്പോളോ 11. ഒപ്പുവെച്ചത് ശ്രീ വി ഗിരി. 1969 അപ്പോളോ 11 എന്ന ചാന്ദ്രയാത്രയിൽ അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ശ്രീ വി ഗിരി ഒരു ഇന്ത്യൻ സന്ദേശം നൽകുകയുണ്ടായി. മനുഷ്യകുലത്തിന് നന്മ വരാൻ ചാന്ദ്രയാത്രയ്ക്ക് കഴിയട്ടെ എന്ന ഒരു സന്ദേശമായിരുന്നു ഇതിലുണ്ടായിരുന്നത്. തുമ്പയിലെ ബഹിരാകാശ കേന്ദ്രത്തിന്റെ ശില്പി. ഉത്തരം ഡോക്ടർ വിക്രം സാരാഭായ്. തുമ്പയിലെ ബഹിരാകാശ കേന്ദ്രത്തിന്റെ ശില്പിയാണ് ഡോക്ടർ വിക്രം സാരാഭായ്. ISROയുടെ ആസ്ഥാനം. ഉത്തരം ബാംഗ്ലൂർ. ISROയുടെ ആസ്ഥാനമാണ് ബാംഗ്ലൂർ. അന്തരീക്ഷ പഠനങ്ങളും മറ്റും നടത്താൻ ഉപയോഗിച്ചിരുന്ന റോക്കറ്റുകൾ. ഉത്തരം നൈക്കി അപ്പാച്ചി റോക്കറ്റുകൾ അല്ലെങ്കിൽ സെന്റോർ റോക്കറ്റുകൾ. നൈക്കി അപ്പാച്ചി റോക്കറ്റുകൾ അല്ലെങ്കിൽ സെന്റോർ റോക്കറ്റുകളെയൊക്കെ അന്തരീക്ഷ പഠനങ്ങളും മറ്റും നടത്താൻ ഉപയോഗിച്ചിരുന്ന റോക്കറ്റുകളെയാണ്. നൈക്കി അപ്പാച്ചി റോക്കറ്റുകൾ അമേരിക്കൻ നിർമ്മിതവും സെന്റോർ റോക്കറ്റുകൾ ഫ്രഞ്ച് നിർമ്മിതവുമാണ്. ചാന്ദ്രയാൻ 1 ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാരെ ലോകത്തിന്റെ നെറുകയിൽ പ്രതിഷ്ഠിച്ച കണ്ടുപിടുത്തം എന്താണ്? ഉത്തരം ചന്ദ്രനിൽ ജലമുണ്ടെന്ന കണ്ടെത്തൽ. ചാന്ദ്രയാൻ 1 ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാരെ ലോകത്തിന്റെ നെറുകയിൽ പ്രതിഷ്ഠിച്ച കണ്ടുപിടുത്തമായിരുന്നു ചന്ദ്രനിൽ ജലമുണ്ടെന്ന കണ്ടെത്തൽ. ചന്ദ്രന് ചുറ്റും 1 മീറ്റർ കനത്തിലുള്ള ജലപാള തീർക്കാൻ കഴിയുമെന്ന് പറയുന്നത് ആരാണ്? ഉത്തരം ഫ്രാൻസിസ് മക്കൂബിൻ. ചന്ദ്രന് ചുറ്റും 1 മീറ്റർ കനത്തിലുള്ള ജലപാള തീർക്കാൻ കഴിയുമെന്ന് പറഞ്ഞത് ഫ്രാൻസിസ് മക്കൂബിനാണ്. ആലിയസ് എന്ന പരീക്ഷണത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഉത്തരം പ്രപഞ്ച സൃഷ്ടി നടന്നയുടനെ നിലനിന്നിരുന്നു എന്ന് കരുതപ്പെടുന്ന അല്പായുസ് മാത്രമുള്ള ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ എന്ന കണസൂപ്പിനെ സൃഷ്ടിക്കുക. പ്രപഞ്ച സൃഷ്ടി നടന്നയുടനെ നിലനിന്നിരുന്നു എന്ന് കരുതപ്പെടുന്ന അല്പായുസ് മാത്രമുള്ള ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ എന്ന കണസൂപ്പിനെ സൃഷ്ടിക്കുക എന്നതായിരുന്നു ആലിയസ് എന്ന പരീക്ഷണത്തിന്റെ ഉദ്ദേശം. മൂൺ ഇമ്പാക്ട് പ്രോബിൽ നിന്ന് ആദ്യമായി സിഗ്നൽ എത്തിയത് എവിടെയാണ്? ഉത്തരം ബാംഗ്ലൂരിനടുത്ത് ബെലാലുവിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഡീപ് സ്പേസ് നെറ്റ്വർക്കിലേക്ക്. മൂൺ ഇമ്പാക്ട് പ്രോബിൽ നിന്ന് ആദ്യമായി സിഗ്നൽ എത്തിയത് ബാംഗ്ലൂരിനടുത്ത് ബെലാലുവിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഡീപ് സ്പേസ് നെറ്റ്വർക്കിലേക്കാണ്. ചാന്ദ്രയാൻ 1 വിദേശ നിർമ്മിത പേലോഡുകൾ ഏതെല്ലാമാണ്? ഉത്തരം എക്സ്റേ സ്പെക്ട്രോമീറ്റർ, ആറ്റം റിഫ്ലക്റ്റിംഗ് അനലൈസർ, റേഡിയേഷൻ ഡോസ് മോണിറ്റർ, മിനിയേച്ചർ സിന്തറ്റിക് അപ്പർച്ചർ, റഡാർ, മൂൺ മിനറോളജി മാപ്പർ. ചാന്ദ്രയാൻ 1 6 വിദേശ നിർമ്മിത പേലോഡുകൾ ഉണ്ടായിരുന്നു. എക്സ്റേ സ്പെക്ട്രോമീറ്റർ, ആറ്റം റിഫ്ലക്റ്റിംഗ് അനലൈസർ, റേഡിയേഷൻ ഡോസ് മോണിറ്റർ, മിനിയേച്ചർ സിന്തറ്റിക് അപ്പർച്ചർ, റഡാർ, മൂൺ മിനറോളജി മാപ്പർ എന്നിവയാണ് ഈ 6 പേലോഡുകൾ. ചന്ദ്രന്റെ വൃത്തിക്ഷയങ്ങൾക്ക് കാരണം എന്താണ്? ഉത്തരം സൂര്യനിൽ നിന്നുള്ള പ്രകാശം ചന്ദ്രനിൽ പതിക്കുന്നത് ഭൂമിയിൽ ദൃശ്യമാകുന്നതിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണം. ചന്ദ്രന്റെ വൃത്തിക്ഷയങ്ങൾക്ക് കാരണം എന്നത് സൂര്യനിൽ നിന്നുള്ള പ്രകാശം ചന്ദ്രനിൽ പതിക്കുന്നത് ഭൂമിയിൽ ദൃശ്യമാകുന്നതിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണമാണ്. വാൽ നക്ഷത്രങ്ങൾ ഏത് പ്രദേശത്താണ് കോടിക്കണക്കിന് കാണപ്പെടുന്നത്? ഉത്തരം ഊർട്ട് ക്ലൗഡ് പ്രദേശത്ത്. ഊർട്ട് ക്ലൗഡ് പ്രദേശത്ത് വാൽ നക്ഷത്രങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു. മൂൺ ഇമ്പാക്ട് പ്രോബിന്റെ ഭാരം എത്രയായിരുന്നു? ഉത്തരം 40 കിലോഗ്രാം. മൂൺ ഇമ്പാക്ട് പ്രോബിന് 40 കിലോഗ്രാം ഭാരം ഉണ്ടായിരുന്നു. ചന്ദ്രനിലെ 1 ടൺ മണ്ണിൽ നിന്നും എത്ര ഔൺസ് വെള്ളം കിട്ടും? ഉത്തരം 32. ചന്ദ്രനിലെ 1 ടൺ മണ്ണിൽ നിന്നും 32 ഔൺസ് വെള്ളം കിട്ടും. ചാന്ദ്രയാൻ 1 വേഗത. ഉത്തരം സെക്കൻഡിൽ 10 കിലോമീറ്റർ. സെക്കൻഡിൽ 10 കിലോമീറ്റർ ആയിരുന്നു ചാന്ദ്രയാൻ 1 വേഗത. ഫ്രഞ്ച് വിക്ഷേപണ കമ്പനി ഏത് പേരിൽ അറിയപ്പെടുന്നു?
ഉത്തരം അരിയാൻ സ്പേസ്. ഫ്രഞ്ച് വിക്ഷേപണ കമ്പനി അരിയാൻ സ്പേസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ചാന്ദ്ര ദൗത്യ പേടകം വിക്ഷേപിക്കുമ്പോഴുണ്ടായിരുന്ന ഭാരം. ഉത്തരം 1380 കിലോഗ്രാം. ചാന്ദ്ര ദൗത്യ പേടകം വിക്ഷേപിക്കുമ്പോൾ 1380 കിലോഗ്രാം ഭാരമുണ്ടായിരുന്നു. ലോകത്തിന്റെ മുഴുവൻ ഊർജ പ്രതിസന്ധിയും പരിഹരിക്കാൻ പോകുന്ന അക്ഷയപാത്രം. ഉത്തരം ചന്ദ്രനിലെ ഹീലിയം 3. ലോകത്തിന്റെ മുഴുവൻ ഊർജ പ്രതിസന്ധിയും പരിഹരിക്കാൻ പോകുന്ന അക്ഷയപാത്രമാണ് ചന്ദ്രനിലെ ഹീലിയം 3. M3യുടെ സവിശേഷത. ഉത്തരം 430 മുതൽ 3000 നാനോമീറ്റർ തരംഗ ദൈർഘ്യമുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനുകളെ തിരിച്ചറിയുന്നത്. 430 മുതൽ 3000 നാനോമീറ്റർ തരംഗ ദൈർഘ്യമുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനുകളെ തിരിച്ചറിയാൻ വേണ്ടിയാണ് M3യെ ഉപയോഗപ്പെടുത്തുന്നത്. ചാന്ദ്രയാന് ഇന്ധനം നൽകുന്ന ലാം എന്ന മോട്ടോർ നിർമ്മിച്ചത് എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരത്തെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ. ചാന്ദ്രയാന് ഇന്ധനം നൽകിയിരുന്ന ലാം എന്ന മോട്ടോർ നിർമ്മിച്ചത് തിരുവനന്തപുരത്തുള്ള വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലാണ്. ഓഗ്മെന്റഡ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിനെ ലോ എർത്ത് ഓർബിറ്റിൽ എത്തിക്കാൻ സാധിക്കുന്ന ഭാരം. ഉത്തരം ഏകദേശം 150 കിലോഗ്രാം. ചന്ദ്രനിൽ ആദ്യമായി ചാന്ദ്ര ജീപ്പ് ഓടിച്ചത് ആരാണ്? ഉത്തരം ജെയിംസ് ജെർവിൻ. 46 മിനിറ്റോളം ഇദ്ദേഹം ചന്ദ്രനിൽ ചാന്ദ്ര ജീപ്പ് ഓടിച്ചു. അപ്പോൾ ചന്ദ്രനിൽ ആദ്യമായി ചാന്ദ്ര ജീപ്പ് ഓടിച്ചത് ജെയിംസ് ജെർവിൻ ആണ്. 46 മിനിറ്റാണ് ഇദ്ദേഹം ചന്ദ്രനിൽ ചാന്ദ്ര ജീപ്പ് ഓടിച്ചത്. ചന്ദ്രനിലെ ആകാശത്തിന്റെ നിറം. ഉത്തരം കറുപ്പ്. ചന്ദ്രനിലെ ആകാശത്തിന്റെ നിറം കറുപ്പാണ്. ചന്ദ്രനിലെ ആദ്യത്തെ പോസ്റ്റ്മാൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഡേവിഡ് സ്കോട്ട്. ചന്ദ്രനിലെ ആദ്യത്തെ പോസ്റ്റ്മാൻ എന്നറിയപ്പെടുന്നത് ഡേവിഡ് സ്കോട്ടിനെയാണ്. ഭൂമിയിൽ നിന്ന് സ്റ്റാമ്പ് ഒട്ടിച്ച് തപാൽ മുദ്ര പതിപ്പിച്ച ഒരു കവർ ഒരു തപാൽ സഞ്ചിയിൽ കൊണ്ടുപോയി സ്കോട്ട് ചന്ദ്രന്റെ ഉപരിതലത്തിൽ എത്തിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ചന്ദ്രനിലെ ആദ്യത്തെ പോസ്റ്റ്മാൻ എന്ന് അറിയപ്പെടുന്നത്. ചന്ദ്രനിൽ ഇറങ്ങിയ യാത്രികർ തൊട്ടടുത്തു നിന്ന് പോലും പരസ്പരം സംസാരിക്കുന്നത് റേഡിയോ ഉപകരണങ്ങൾ വഴിയാണ്. അതിനുള്ള കാരണം എന്താണ്? ഉത്തരം ചന്ദ്രനിൽ വായു ഇല്ലാത്തതുകൊണ്ട്. ചന്ദ്രനിൽ വായു ഇല്ലാത്തതുകൊണ്ട് ചന്ദ്രനിലിറങ്ങിയ യാത്രികർ തൊട്ടടുത്തു നിന്ന് പോലും പരസ്പരം സംസാരിക്കുന്നത് റേഡിയോ ഉപകരണങ്ങളെ ഉപയോഗിച്ചാണ്. ചാന്ദ്രയാൻ ദിനം എന്നാണ്? ഉത്തരം ഒക്ടോബർ 22. ചാന്ദ്രയാൻ ദിനം ഒക്ടോബർ 22 ഇന്ത്യയുടെ സ്വയം നിർമ്മിത ഉപഗ്രഹ വിക്ഷേപണ റോക്കറ്റ് ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം PSLV C-11. ഇന്ത്യയുടെ സ്വയം നിർമ്മിത ഉപഗ്രഹ വിക്ഷേപണ റോക്കറ്റിനെ PSLV C-11 എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ പിതാവ്. ഉത്തരം ഡോക്ടർ വിക്രം സാരാഭായ്. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ പിതാവാണ് ഡോക്ടർ വിക്രം സാരാഭായ്. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന്റെ ചുരുക്കപ്പേര്. ഉത്തരം ISRO. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന്റെ ചുരുക്കപ്പേരാണ് ISRO. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നാണ് ISROയുടെ പൂർണ്ണരൂപം. കാലാവസ്ഥാ നിരീക്ഷണത്തിനായി ഉപയോഗിക്കുന്ന ആദ്യ ISRO ഉപഗ്രഹം. ഉത്തരം സാറ്റലൈറ്റ് മെഡ്സാറ്റ് മെറ്റീരിയോളജിക്കൽ. കാലാവസ്ഥാ നിരീക്ഷണത്തിനായി ഉപയോഗിക്കുന്ന ആദ്യ ISRO ഉപഗ്രഹമാണ് സാറ്റലൈറ്റ് മെഡ്സാറ്റ് മെറ്റീരിയോളജിക്കൽ. ഇന്ത്യയുടെ പ്രഥമ പൗരൻ പദവിയിലെത്തിയ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ. ഉത്തരം ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ പ്രഥമ പൗരൻ പദവിയിലെത്തിയ ബഹിരാകാശ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. 2009 ഓഗസ്റ്റ് 29 ചന്ദ്രനിൽ ജലസാന്നിധ്യം അറിയാനുള്ള എന്ത് പരീക്ഷണങ്ങളാണ് നടന്നത്? ഉത്തരം ബിസ്താറ്റിക് റഡാർ പരീക്ഷണങ്ങൾ. 2009 ഓഗസ്റ്റ് 29 ചന്ദ്രനിൽ ജലസാന്നിധ്യം അറിയാനുള്ള ബിസ്താറ്റിക് റഡാർ പരീക്ഷണങ്ങളാണ് നടന്നത്.
ഫ്രാൻസിസ് മക്കൂബിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രധാനമായും എന്തിനെക്കുറിച്ചായിരുന്നു പഠനം നടത്തിയിരുന്നത്? ഉത്തരം ചന്ദ്രനിലെ പാറകളിലെ ആപ്പാറ്റൈറ്റ് എന്ന ലവണത്തിലെ ഹൈഡ്രോക്സിലിനെ കുറിച്ച്. ചന്ദ്രനിലെ പാറകളിലെ ആപ്പാറ്റൈറ്റ് എന്ന ലവണത്തിലെ ഹൈഡ്രോക്സിനെ കുറിച്ചാണ് ഫ്രാൻസിസ് മക്കൂബിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രധാനമായും പഠനം നടത്തിയത്. ഇന്ത്യയുടെ ചാന്ദ്ര ഗവേഷണ പദ്ധതി ഏതാണ്? ഉത്തരം ചാന്ദ്രയാൻ. ഇന്ത്യയുടെ ചാന്ദ്ര ഗവേഷണ പദ്ധതിയാണ് ചാന്ദ്രയാൻ. പേലോഡുകൾ എന്നാൽ എന്താണ്? ഉത്തരം പരീക്ഷണങ്ങൾ നടത്തുവാനുള്ള ഉപകരണങ്ങൾ. പരീക്ഷണങ്ങൾ നടത്തുവാനുള്ള ഉപകരണങ്ങളെയാണ് പേലോഡുകൾ എന്ന് അറിയപ്പെടുന്നത്. ചന്ദ്രനെ ഞങ്ങൾ ഇന്ത്യക്ക് സമ്മാനിച്ചു എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം ജി മാധവൻ നായർ. ISROയുടെ അന്നത്തെ ചെയർമാനായിരുന്ന ജി മാധവൻ നായരായിരുന്നു ചന്ദ്രനെ ഞങ്ങൾ ഇന്ത്യക്ക് സമ്മാനിച്ചു എന്ന് പറഞ്ഞത്. നിയർ എർത്ത് ആസ്റ്ററോയിഡ് എന്നാൽ എന്താണ്? ഉത്തരം ഭൂമിയുടെ സമീപത്തേക്ക് വരാനിടയുള്ള ശിലയും ലോഹപദാർത്ഥങ്ങളുമായ വസ്തുക്കൾ. ഭൂമിയുടെ സമീപത്തേക്ക് വരാനിടയുള്ള ശിലയും ലോഹപദാർത്ഥങ്ങളുമായ വസ്തുക്കളെയാണ് നിയർ എർത്ത് ആസ്റ്ററോയിഡ് എന്ന് പറയുന്നത്. എവിടെ നിന്ന് വരുന്ന വസ്തുക്കളാണ് വാൽ നക്ഷത്രങ്ങളായി ദൃശ്യമാകുന്നത്? ഉത്തരം നെപ്റ്റ്യൂണിനപ്പുറമുള്ള പ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ച് സൂര്യന്റെ സമീപത്തേക്ക് വരുന്ന വസ്തുക്കൾ. നെപ്റ്റ്യൂണിന്റെ അപ്പുറത്തുള്ള പ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ച് സൂര്യന്റെ സമീപത്തേക്ക് വരുന്ന വസ്തുക്കളാണ് നമുക്ക് വാൽ നക്ഷത്രങ്ങളായി ദൃശ്യമാകുന്നത്. UN ജനറൽ അസംബ്ലി അംഗീകരിച്ച ചന്ദ്രാവകാശ കരാർ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം മൂൺ ട്രീറ്റി. UN ജനറൽ അസംബ്ലി അംഗീകരിച്ച ചന്ദ്രാവകാശ കരാർ മൂൺ ട്രീറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നു. ചന്ദ്രനിൽ ഹീലിയത്തിന്റെ അളവ് എത്രയാണ്? ഉത്തരം 50 ലക്ഷം ടൺ. ചന്ദ്രനിലെ ഹീലിയത്തിന്റെ അളവ് 50 ലക്ഷം ടൺ ആണ്. ഇന്ത്യ വിക്ഷേപിച്ച രണ്ടാമത്തെ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹം. ഉത്തരം ഓഷ്യൻ സാറ്റ് 2. ഇന്ത്യ വിക്ഷേപിച്ച രണ്ടാമത്തെ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹമാണ് ഓഷ്യൻ സാറ്റ്. PSLV C8ന്റെ വാണിജ്യ പ്രാധാന്യം കൂടാതെയുള്ള മറ്റൊരു പ്രത്യേകത എന്താണ്? ഉത്തരം കോർ എലോൺ വിക്ഷേപണ വാഹനം എന്നത്. PSLV C8ന് വാണിജ്യ പ്രാധാന്യവുമുണ്ട്, കോർ എലോൺ വിക്ഷേപണ വാഹനവുമാണ്. ISRO ചന്ദ്രനിലേക്ക് അയച്ച യാത്രികരില്ലാത്ത യാന്ത്രിക പേടകം ഏതാണ്? ഉത്തരം ചാന്ദ്രയാൻ. ISRO ചന്ദ്രനിലേക്ക് അയച്ച യാത്രികരില്ലാത്ത യാന്ത്രിക പേടകമാണ് ചാന്ദ്രയാൻ. M3 എന്ന ഉപകരണത്തിന്റെ പൂർണ്ണരൂപം. ഉത്തരം മൂൺ മിനറോളജി മാപ്പർ. മൂൺ മിനറോളജി മാപ്പറിനെ M3 എന്ന ചുരുക്കപ്പേരിലും അറിയപ്പെടുന്നുണ്ട്. M3 ഡിസൈൻ ചെയ്യാൻ നാസ ഉപയോഗിച്ച 2 ഓർഗനൈസേഷനുകൾ. ഉത്തരം ഹൂസ്റ്റണിലെ ബ്രൗൺ യൂണിവേഴ്സിറ്റിയും ദ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയും. മൂൺ മിനറോളജി മാപ്പർ ഡിസൈൻ ചെയ്യാൻ വേണ്ടി നാസ ഉപയോഗിച്ച 2 ഓർഗനൈസേഷനുകളാണ് ഹൂസ്റ്റണിലെ ബ്രൗൺ യൂണിവേഴ്സിറ്റിയും ദ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയും. 4 ഘട്ടമുള്ളതും പൂർണ്ണമായും ഖര ഇന്ധനം ഉപയോഗിക്കുന്നതുമായ വിക്ഷേപണ വാഹനം. ഉത്തരം സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. 4 ഘട്ടമുള്ളതും പൂർണ്ണമായും ഖര ഇന്ധനം ഉപയോഗിക്കുന്നതുമായ വിക്ഷേപണ വാഹനമാണ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. 4 ഘട്ടങ്ങളുള്ളതും ഖരദ്രാവക ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നതുമായ വിക്ഷേപണ വാഹനം. ഉത്തരം പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ചന്ദ്രനിൽ ആദ്യമായി ചാന്ദ്രജീപ്പ് ഓടിച്ചത് എന്ന് ഏത് യാത്രയിൽ? ഉത്തരം 1971 ജൂലൈ 26. 1971 ജൂലൈ 26-നാണ് ചന്ദ്രനിൽ ആദ്യമായി ചാന്ദ്രജീപ്പ് ഓടിക്കുന്നത്. ജെയിംസ് ജെർവിൻ ആയിരുന്നു ഈ ചാന്ദ്രജീപ്പിനെ ഓടിച്ചത്. അപ്പോളോ 15ന്റെ യാത്രയിലായിരുന്നു ജെയിംസ് ജെർവിൻ ഇത്തരത്തിൽ ചാന്ദ്രജീപ്പിനെ ഓടിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനി ഏതാണ്? ഉത്തരം വൈനു ബാപ്പു ടെലസ്കോപ്പ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനിയാണ് വൈനു ബാപ്പു ടെലസ്കോപ്പ്.
തമിഴ്നാട്ടിലെ കവലൂരിലാണ് വൈനുബാപ്പു ടെലസ്കോപ്പ് സ്ഥിതി ചെയ്യുന്നത്. ഭാവിയിൽ മനുഷ്യൻ ചന്ദ്രനെ സ്ഥിര താമസമാക്കുമെന്ന് പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം സ്റ്റീഫൻ ഹോക്കിംഗ്. ഭാവിയിൽ മനുഷ്യൻ ചന്ദ്രനെ സ്ഥിര താമസമാക്കുമെന്ന് പ്രവചിച്ച ശാസ്ത്രജ്ഞനാണ് സ്റ്റീഫൻ ഹോക്കിംഗ്. ത്രിമൂർത്തികളിൽ ഒരാളാണ് ചന്ദ്രനായി ജന്മം കൊണ്ടതെന്ന് ദേവി ഭാഗവതത്തിൽ പറയുന്നു. ആരാണ് അത്? ഉത്തരം ബ്രഹ്മാവ്. ദേവി ഭാഗവതത്തിൽ ത്രിമൂർത്തികളിൽ ഒരാളായ ബ്രഹ്മാവാണ് ചന്ദ്രനായി ജന്മം കൊണ്ടത് എന്ന് ഐതിഹ്യമുണ്ട്. ചന്ദ്രന്റെ ഉപരിതലത്തിലെ ഏറ്റവും കൂടിയ താപനില? ഉത്തരം 137 ഡിഗ്രി സെൽഷ്യസ്. പകൽ സമയത്ത് അനുഭവപ്പെടുന്ന 137 ഡിഗ്രി സെൽഷ്യസ് ആണ് ചന്ദ്രന്റെ ഉപരിതലത്തിലെ ഏറ്റവും കൂടിയ താപനില. 2008 ഒക്ടോബർ 22-ന് PSLV C-11 വിക്ഷേപിച്ച ഉപഗ്രഹം? ഉത്തരം ചാന്ദ്രയാൻ 1. 2008 ഒക്ടോബർ 22-ന് PSLV C-11 വിക്ഷേപിച്ച ഉപഗ്രഹമാണ് ചാന്ദ്രയാൻ 1. ഭാരതത്തിന്റെ പുരോഗതിക്ക് ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വികാസം അത്യന്താപേക്ഷിതമാണെന്ന് കാഴ്ചപ്പാടുണ്ടായിരുന്ന പ്രധാനമന്ത്രി? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഭാരതത്തിന്റെ പുരോഗതിക്ക് ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വികാസം അത്യന്താപേക്ഷിതമാണെന്ന കാഴ്ചപ്പാടുണ്ടായിരുന്ന പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. നാസ മൂൺ അമേരിക്ക എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്? ഉത്തരം റാൽഫ് റെനെ. നാസ മൂണ്ട് അമേരിക്ക എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാണ് റാൽഫ് റെനെ. 2003-ൽ കൊളംബിയ സ്പേസ് ഷട്ടിൽ അപകടത്തിൽ മരിച്ച ബഹിരാകാശ സഞ്ചാരി കൽപ്പന ചൗളയോടുള്ള ആദരസൂചകമായി മെറ്റ്സാറ്റിനെ പുനർനാമകരണം ചെയ്തത് ഏത് പേരിലാണ്? ഉത്തരം കൽപ്പന. 2003-ൽ കൊളംബിയ സ്പേസ് ഷട്ടിൽ അപകടത്തിൽ മരിച്ച ബഹിരാകാശ സഞ്ചാരിയായ കൽപ്പന ചൗളയോടുള്ള ആദരസൂചകമായി മെറ്റ്സാറ്റിനെ പിന്നീട് പുനർനാമകരണം ചെയ്ത പേരാണ് കൽപ്പന. കൽപ്പന 2 2007-ലാണ് ഭ്രമണപഥത്തിലെത്തിയത്. ഒരു ദേശത്തിന് മുഴുവനും അഭിമാനിക്കാവുന്ന നിമിഷം. ഒരു അന്താരാഷ്ട്ര സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം. സാങ്കേതിക വിദ്യയുടെ വിജയത്തിൽ കവിഞ്ഞൊരു വിജയം എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം ഡോക്ടർ APJ അബ്ദുൽ കലാം. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ പ്രശസ്തമായ വാക്കുകളാണ്: ഒരു ദേശത്തിന് മുഴുവൻ അഭിമാനിക്കാവുന്ന നിമിഷം, ഒരു അന്താരാഷ്ട്ര സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം, സാങ്കേതിക വിദ്യയുടെ വിജയത്തിൽ കവിഞ്ഞൊരു വിജയം. ചന്ദ്രനിൽ ജലസാന്നിധ്യം കണ്ടെത്തിയ ഉപകരണത്തിന്റെ പേര്? ഉത്തരം മൂൺ മിനറോളജി മാപ്പർ. ചന്ദ്രനിൽ ജലസാന്നിധ്യം കണ്ടെത്തിയ ഉപകരണത്തിന്റെ പേരാണ് മൂൺ മിനറോളജി മാപ്പർ. ചാന്ദ്രയാൻ 1-ന്റെ പദ്ധതി ചെലവ് എത്രയായിരുന്നു? ഉത്തരം ഏകദേശം 386 കോടി രൂപ. ചാന്ദ്രയാൻ 1-ന്റെ പദ്ധതി ചെലവ് ഏകദേശം 386 കോടി രൂപയായിരുന്നു. ചാന്ദ്രയാൻ പദ്ധതിയിലെ ആദ്യ ബഹിരാകാശ വാഹനം ഏതാണ്? ഉത്തരം ചാന്ദ്രയാൻ 1. ചാന്ദ്രയാൻ പദ്ധതിയിലെ ആദ്യ ബഹിരാകാശ വാഹനമാണ് ചാന്ദ്രയാൻ 1. ചന്ദ്രന്റെ ഉപരിതല പരീക്ഷണങ്ങൾ നടത്താൻ ചാന്ദ്രയാൻ 1-ൽ എത്ര പേലോഡുകളാണ് ഘടിപ്പിച്ചിരുന്നത്? ഉത്തരം 11. ഇവയിൽ 5 എണ്ണം ഇന്ത്യയിൽ നിർമ്മിച്ചതും ബാക്കി 6 വിദേശ നിർമ്മിതവുമാണ്. ചന്ദ്രന്റെ ഉപരിതല പരീക്ഷണങ്ങൾ നടത്താൻ ചാന്ദ്രയാൻ 1-ൽ 11 പേലോഡുകളാണ് ഉണ്ടായിരുന്നത്. 5 എണ്ണം ഇന്ത്യയിൽ നിർമ്മിച്ചതും 6 എണ്ണം വിദേശ നിർമ്മിതവുമാണ്. സൗരയൂഥത്തിലെ 5ാമത്തെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ്? ഉത്തരം ചന്ദ്രൻ. സൗരയൂഥത്തിലെ 5ാമത്തെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഭൂമിയിലിരുന്ന് ഉപകരണങ്ങളിലൂടെ നോക്കുമ്പോൾ ഇടയ്ക്കിടെ നക്ഷത്രങ്ങൾ മറയുന്നത് കാണുന്നു. എന്തുകൊണ്ടാണ് ഇത്? ഉത്തരം ചിഹ്നഗ്രഹങ്ങൾ കടന്നു പോകുന്നത് കൊണ്ട്. ചിഹ്നഗ്രഹങ്ങൾ കടന്നു പോകുന്നത് കാരണം ഭൂമിയിലിരുന്ന് ഉപകരണങ്ങളിലൂടെ നോക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നക്ഷത്രങ്ങൾ മറയുന്നത് പോലെ കാണാൻ കഴിയുന്നു. ചന്ദ്രന്റെ ഉപരിതലം പരിശോധിക്കുന്നതിന് ഉപയോഗിച്ച ഉപകരണം ഏതാണ്? ഉത്തരം മൂൺ ഇമ്പാക്ട് പ്രോബ്. മൂൺ ഇമ്പാക്ട്. ഇമ്പാക്ട് പ്രോബിനെ ഉപയോഗിച്ചാണ് ചന്ദ്രന്റെ ഉപരിതലം പരിശോധിക്കുന്നതിന് ഉപയോഗിച്ചത്.
ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഏത് രൂപത്തിലുള്ള ജലകണികകളാണ് കണ്ടെത്തിയത്? ഉത്തരം ഹൈഡ്രോക്സിൻ രൂപത്തിൽ. ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഹൈഡ്രോക്സിൻ രൂപത്തിലുള്ള ജലകണികകളാണ് കണ്ടെത്തിയത്. ഭൂമിയിലെ ഹീലിയത്തിന്റെ അളവ് എത്രയാണ്? ഉത്തരം 15 ടൺ. ഭൂമിയിൽ 15 ടൺ ഹീലിയം അടങ്ങിയിട്ടുണ്ട്. എജൽ ഏത് വിഭാഗത്തിൽപ്പെടുന്ന ഉപഗ്രഹമാണ്? ഉത്തരം മൈക്രോ സാറ്റലൈറ്റ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഭാരം കുറഞ്ഞ ഉപഗ്രഹം. എജൽ മൈക്രോ സാറ്റലൈറ്റ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഭാരം കുറഞ്ഞ ഉപഗ്രഹമാണ്. മംഗൾയാന്റെ ലോഞ്ച് വെഹിക്കിൾ എന്താണ്? ഉത്തരം PSLV. മംഗൾയാന്റെ ലോഞ്ച് വെഹിക്കിൾ PSLV ആണ്. മൂൺ ഇമ്പാക്ട് പ്രോബ് എന്താണ്? ഉത്തരം ചന്ദ്രനിൽ നിന്ന് 100 കിലോമീറ്റർ ഉയരത്തിൽ ചന്ദ്രനെ പ്രദക്ഷിണം വയ്ക്കുന്ന പേടകത്തിൽ നിന്നും വേർപെട്ട് ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങുവാനായി നിർമ്മിച്ച ഭാഗം. ചന്ദ്രനിൽ നിന്നും 100 കിലോമീറ്റർ ഉയരത്തിൽ ചന്ദ്രനെ പ്രദക്ഷിണം വയ്ക്കുന്ന പേടകത്തിൽ നിന്നും വേർപെട്ട് ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങുവാനായി നിർമ്മിച്ച ഭാഗമാണ് മൂൺ ഇമ്പാക്ട് പ്രോബ്. M3 വികസിപ്പിച്ചെടുത്ത രാജ്യം? ഉത്തരം USA. M3 വികസിപ്പിച്ചെടുത്തത് USA ആണ്. മൂൺ മിനറോളജി മാപ്പർ എന്നാണ് M3യുടെ പൂർണ്ണരൂപം. ചെറിയ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിക്കാൻ ഉപയോഗിക്കുന്ന സ്ക്രാം ജെറ്റ് വാഹനത്തിന്റെ പേര്? ഉത്തരം RLV. ചെറിയ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിക്കാൻ ഉപയോഗിക്കുന്ന സ്ക്രാം ജെറ്റ് വാഹനത്തിന്റെ പേരാണ് RLV. സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിനെ ലോ എർത്ത് ഓർബിറ്റിലെത്തിക്കാൻ സാധിച്ചിരുന്ന ഭാരം? ഉത്തരം ഏകദേശം 40 കിലോഗ്രാം ഭാരം. സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിനെ ലോ എർത്ത് ഓർബിറ്റിലെത്തിക്കാൻ സാധിച്ചിരുന്ന ഭാരം എന്നത് ഏകദേശം 40 കിലോഗ്രാം ആയിരുന്നു. പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിനെ പോളാർ ഓർബിറ്റിലെത്തിക്കാൻ സാധിക്കുന്ന ഭാരം? ഉത്തരം ഏകദേശം 3000 കിലോഗ്രാം.